സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് യങ് പ്രോമിസിംഗ് താരങ്ങളായ ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ അക്കാഡമിയിൽ നിന്നും വളർന്നു വന്ന മുഹമ്മദ് അസറും ഐമൻ ഇപ്പോൾ ടീം വിട്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. ആരാധകരെല്ലാവരും തന്നെ ഒരുപോലെ നിരാശരാക്കിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണിത്. പേഴ്സണലി ഈ ഒരു കാര്യത്തിൽ നമുക്ക് ക്ലബിനെയോ താരങ്ങളെയോ കുറ്റം പറയാൻ സാധിക്കില്ല. അത്തരത്തിലാണ് ലീഗായാലും ISL ഓരോ ക്ലബ്ബുകളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും ഇവിടെ വിമർശിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ അസറിൻ്റെയും ഐമൻ്റെയും കാര്യത്തിലേക്ക് നോക്കിയാൽ അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല. അവർക്ക് കൂടുതൽ ഗെയിം ടൈം ആയാലും സാലറി കൂടുതൽ ഉറപ്പാക്കുന്ന ക്ലബിലേക്ക് അവർ മാറിപ്പോയേ പറ്റൂ. എനിവേ, ഇതേ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് അനൗൺസ്മെൻറ്റും ഇതിനോടൊപ്പം നടത്തിയിട്ടുണ്ട്. 33 വയസ്സുകാരനായ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൻ ബോർജസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കും. ആരാധകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള സൈനിങ് ആണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്ന് തന്നെയാൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഫുൾ ഇന്ത്യൻ സ്ക്വാഡുമായി തന്നെയാണ് ISL സമീപിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2-3 ക്ലബ്ബുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ക്ലബ്ബുകളും വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് കളത്തിലിറങ്ങുന്നത്. ആദ്യ മത്സരം മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സ്ക്വാഡുമായാണ് ഇറങ്ങുന്നതെങ്കിൽ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഒരു കേക്ക് വാക്കായിരിക്കും ആ ഒരു മത്സരം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് എടുത്തിരിക്കും. ബൈ.